നമസ്കാരം. കണ്ണൂരിൽ KSU പ്രവർത്തകർ കരിങ്കൊടി വീശിയപ്പോൾ ആ കരിങ്കൊടിയുടെ കാറ്റേറ്റ് കഴുത്തിന്റെ കശേരുക്കൾ തെറ്റിയ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇനി മത്സരിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ കത്ത് നൽകിയിരിക്കുന്നു. നിലവിൽ ആറന്മുള MLA-യും മന്ത്രിയുമായ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അഥവാ വീണ ജോർജിനെ മത്സരിപ്പിക്കരുത് എന്ന് വീണയുടെ ഭർത്താവായ ജോർജ് ജോസഫ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിനും ഏരിയ കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും എല്ലാം കത്ത് നൽകിയിരിക്കുന്നു. പലരെയും നേരിട്ടും ഫോണിലൂടെയും എല്ലാമാണ് ഓർത്തഡോക്സ് സഭയുടെ മുൻ സെക്രട്ടറി കൂടിയായ ജോർജ് ജോസഫ് ഇക്കാര്യം ഉന്നയിച്ചിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വീണയെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നാണ് ജോർജ് ജോസഫിന്റെ ആവശ്യം. മന്ത്രിയായതിനാൽ, രാഷ്ട്രീയക്കാരി ആയതിനാൽ കുടുംബപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാരണം മുൻനിർത്തി തന്നെയാണ് ജോർജ് ജോസഫ് വീണ ജോർജിനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് പറയുമ്പോഴും ആറന്മുളയിൽ എന്നല്ല, വീണ ജോർജ് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ എവിടെ നിന്നാലും 8 നിലയിൽ പൊട്ടും ആനുകാലിക സംഭവങ്ങൾ വീണ ജോർജിനെ ആ ഒരു തലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് വീണ ജോർജിനെ പോലെ വീണ ജോർജിന്റെ ഭർത്താവും ഓർത്തഡോക്സ് സഭയും എല്ലാം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിനോടകം പുറത്തു വന്ന വാർത്തകൾ. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധി എന്ന രീതിയിൽ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി ഈ കഴിഞ്ഞ കമ്മിറ്റിയിൽ സ്ഥാനം നൽകിയ വീണ ജോർജിനെ വീണ്ടും പത്തനംതിട്ടയിൽ നിന്നും അല്ലെങ്കിൽ ആറന്മുളയിൽ നിന്നും മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്തിരിക്കുന്നു വീണയുടെ ഭർത്താവ് ജോർജ് ജോസഫ്. തന്റെ ഭാര്യയായ മന്ത്രി വീണ ജോർജിനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നാണ് ജോർജ് ജോസഫ് പറഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ചേർന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായത്. ജോർജ് ജോസഫിന്റെ ആവശ്യം ഉന്നയിച്ചത് സംസ്ഥാന സമിതിയിൽ നിന്നും ഈ കമ്മിറ്റിയിൽ പങ്കെടുത്തത് തോമസ് ഐസക്കാണ്. മുൻ മന്ത്രിയും ഇപ്പോഴത്തെ CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക്കാണ് ഈ കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നത് സംസ്ഥാന പ്രതിനിധിയായി. ഈ വിവരങ്ങളെല്ലാം സംസ്ഥാന സമിതിക്ക് കൈമാറി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പത്തനംതിട്ടയിൽ എന്നല്ല, കേരളത്തിന്റെ ഏതു ഭാഗത്ത് പോയി വീണ ജോർജിനി മത്സരിച്ചാലും 1% പോലും പഴയതിൽ നിന്നും അവർക്ക് വോട്ട് നേടാൻ സാധിക്കില്ല എന്നുള്ളൊരു വികാരമാണ് നിലവിലുള്ളത് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വീണ ജോർജിനെതിരെ വരുന്ന പൊങ്കാലകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക. കണ്ണൂരിൽ KSU പ്രവർത്തകർ വീണ ജോർജിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കരിങ്കൊടി കാണിക്കുവാൻ പാഞ്ഞെടുത്തു. കരിങ്കൊടി കാണിക്കാൻ വേണ്ടി ഓടിയെടുത്ത KSU പ്രവർത്തകരെ 3 4 കൂടി വന്നാൽ 5 KSU പ്രവർത്തകരെ പോലീസ് അക്ഷണം തന്നെ വലിയ വലയം തീർത്ത് മാറ്റുകയുണ്ടായി. KSU പ്രവർത്തകർക്ക് വീണ ജോർജിന്റെ 7 അയലക്കത്തേക്ക് പോലും എത്താൻ സാധിച്ചില്ല. എന്തോ ഒരു 10-15 അടി മാത്രം അകലെ വെച്ച് കരിങ്കൊടി കാണിക്കുമ്പോൾ ആ കരിങ്കൊടിയുടെ കാറ്റേറ്റിട്ടാണോ എന്നറിയില്ല, വീണ ജോർജിന്റെ കഴുത്തിന്റെ കശേരുക്കൾ തെറ്റി എന്നാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ട് തുടർന്ന് വിദഗ്ധ ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിലേക്കും വീണ ജോർജിനെ മാറ്റിയത്. പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വീണ ജോർജിന്റെ പരിശോധനയ്ക്ക് വേണ്ടി പ്രത്യേക മെഡിക്കൽ സംഘം രൂപീകരിക്കുന്നു. ഈ മെഡിക്കൽ സംഘത്തിന്റെ ബുള്ളറ്റിനിലും വീണ ജോർജിന്റെ കഴുത്തിന്റെ കശേരുക്കൾക്ക് സാരമായ പരിക്കുകളുണ്ട്, സമ്പൂർണ്ണമായ വിശ്രമമാണ് എന്ന് പറയുകയുണ്ടായി. പിന്നീട് രായ്ക്ക് രായ്മാനം പിറ്റേ ദിവസം വെളുപ്പിന് 4 മണിക്ക് വീണ ജോർജ് ഡിസ്ചാർജ് വാങ്ങി. അനങ്ങാൻ പാടില്ല, അനങ്ങിക്കഴിഞ്ഞാൽ കഴുത്തിന്റെ കശേരുക്കൾക്ക് കൂടുതൽ ബലക്ഷയമുണ്ടാകും, അത് ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങും എന്നൊക്കെ മെഡിക്കൽ ബുള്ളറ്റിനിൽ പോലും ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടപ്പോൾ കഴുത്തിൽ കോളർ ഇട്ടുകൊണ്ട് 10-15 മണിക്കൂർ നേരം കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കാറിൽ യാത്ര ചെയ്താണ് വീണ ജോർജ് പത്തനംതിട്ടയിലെ കൊടുമണ്ണിലുള്ള തന്റെ വീട്ടിലെത്തിയത് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ പരിക്ക് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ നിശ്ചയിക്കുക. അപ്പൊ വീണ ജോർജിന് കരിങ്കൊടി വീശിയതിലൂടെ കഴുത്തിന് പരിക്കേറ്റ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഈ വാർത്ത പുറത്തു വരുന്നതിന്റെ പിറ്റേ ദിവസം പഴകുളം മധു ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ വിദഗ്ധമായ സേവനം വീണ ജോർജ് 8 മാസങ്ങൾക്ക് മുമ്പ് കഴുത്തുവേദനയ്ക്ക് വേണ്ടി തേടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല വെല്ലൂർ മെഡിക്കൽ കോളേജിൽ വീണ ജോർജ് ഒരു ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടായിരുന്നു 1.5 വർഷം മുമ്പ്. ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കണ്ണൂരിൽ KSU പ്രവർത്തകർ കരിങ്കൊടി ഉയർത്തിയപ്പോൾ എങ്ങനെയാണ് വീണ ജോർജിന് കഴുത്തുവേദന വന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. പൂർവ്വകാല ചികിത്സയുമായി വീണ ജോർജിന്റെ ഇപ്പോഴത്തെ കഴുത്തുവേദനയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. വീണ ജോർജ് തന്നെ അത് വ്യക്തമാക്കട്ടെ എന്നാണ് പഴകുളം മധു പറഞ്ഞത്. അതിന് വീണ ജോർജിന്റെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും കണ്ടില്ല. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ വന്നിരുന്ന വീണ ജോർജ് തന്റെ അസുഖ വിവരത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു.
പരിയാരം മെഡിക്കൽ കോളേജിലെ 4-5 ഡോക്ടർമാരെ അടങ്ങിയ ഒരു മെഡിക്കൽ സംഘം വീണ ജോർജിന്റെ കഴുത്തിന്റെ സ്കാൻ എടുത്തിട്ട് ആ സ്കാനിൽ കണ്ട വിവരങ്ങൾ പ്രകാരം അവർ പുറത്തുവിട്ട് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞത് വീണ ജോർജ് സമ്പൂർണ്ണ വിശ്രമം ആവശ്യമാണ്, അനങ്ങാൻ പാടില്ല, കിടക്കയിൽ കിടക്കണം, ബെൽറ്റ് ഇട്ട് കിടക്കണം, കഴുത്തിന് കോളർ ഇട്ട് കിടക്കണം എന്നൊക്കെ പറഞ്ഞ് വീണ ജോർജ് പിറ്റേ ദിവസം 15 മണിക്കൂർ യാത്ര ചെയ്ത് കണ്ണൂരിൽ നിന്നും പത്തനംതിട്ട കൊടുമണ്ണിലുള്ള തന്റെ വീട്ടിലേക്ക് കാറുമാർഗം എത്തുന്നതാണ് കണ്ടത്. എന്തായാലും കരിങ്കൊടി വീശിക്കഴിഞ്ഞാൽ കഴുത്തിന്റെ കശേരുക്കൾ തെറ്റും എന്നുള്ള ഒരു പാഠമാണ് വീണ ജോർജ് കേരളത്തിന് നൽകിയത്. ആ വീണ ജോർജ് ഇനി കേരളത്തിൽ എവിടെയും മത്സരിക്കേണ്ട, നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കേണ്ട എന്ന് വീണ ജോർജിന്റെ ഭർത്താവ് തന്നെ ഒരു തീരുമാനമെടുത്ത് ഇപ്പോൾ പാർട്ടിയെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. പാർട്ടി CPM സംസ്ഥാന സമിതി പ്രത്യേക ക്ഷണിതാവായ വീണ ജോർജിന്റെ മേൽ തീരുമാനമെടുക്കുന്നത് ജില്ലാ കമ്മിറ്റിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന സമിതിയിൽ ഇതിന് കൃത്യമായ തീരുമാനമുണ്ടാകും. വീണ ജോർജ് എവിടെ നിന്ന് മത്സരിച്ചാലും തോക്കും എന്നുള്ള ഒരു കൃത്യമായ വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീണയുടെ ഭർത്താവ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത് എന്ന് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ ഷംസീറും വീണ ജോർജും എല്ലാം ചേർന്ന് നടത്തിയ കഴുത്തുളുക്കി നാടകം പരാജയപ്പെട്ടു. ജനങ്ങൾ അത് പൊളിച്ചടുക്കി. പഴകുളം മധു വീണ ജോർജിന്റെ മുൻപ് കഴുത്തിന് ചികിത്സിച്ച കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടതോടുകൂടി അക്ഷരാർത്ഥത്തിൽ വീണ ജോർജ് ഈ കേസിൽ നാണം കെട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ജനങ്ങളുടെ മുമ്പിലേക്ക് വോട്ട് തേടി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങൾ പോലും, ബാലിശമായ നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങൾ പോലും ജനം ചൂണ്ടിക്കാണിക്കും എന്ന് മനസ്സിലായതിനാൽ തന്നെ ആവാം വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് വീണ ജോർജിന് മത്സരിക്കേണ്ടതില്ല, കുടുംബപരമായ കാര്യങ്ങൾക്ക് വീണ ജോർജിന് കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയത്തിൽ നിന്നും വിടുതൽ വേണം എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2016 വീണ ജോർജ് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ പൊതുപ്രവർത്തന പരിചയമില്ലാതിരുന്നിട്ട് പോലും 2016 ആറന്മുളയിൽ നിന്നും മത്സരിക്കുകയായിരുന്നു നിയമസഭയിലേക്ക്. ആ തെരഞ്ഞെടുപ്പിൽ വീണ ജോർജ് തെരഞ്ഞെടുക്കപ്പെട്ടു. 2021 വീണ ജോർജ് ആറന്മുളയിൽ നിന്ന് മത്സരിച്ചു, മന്ത്രിയായി. 2019 ഇതിനിടയ്ക്ക് ലോക്സഭയിലേക്ക് വീണ ജോർജ് മത്സരിച്ചെങ്കിലും തോറ്റുപോവുകയായിരുന്നു. എന്തായാലും ഇനി വീണ ജോർജ് നിയമസഭയിൽ മത്സരിക്കുന്നില്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. എന്തായിരിക്കും ഇനി നടക്കാൻ പോകുക എന്നുള്ളത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് തീരുമാനമെടുക്കും, CPM എന്ത് തീരുമാനം കൈക്കൊള്ളും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.